നമസ്കാരം കൂട്ടുകാരെ. കുറച്ച് ദിവസങ്ങളായിട്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ അതിജീവനം എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ആയല്ലോ കാണുന്നത്, എന്താണ്, എവിടെയാണ്, ദീപ്തി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അവിടെ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്, അതിജീവനം അല്ല, അത് ജീവനം എന്ന് പറഞ്ഞൊരു നേച്ചുറോപ്പതിക് സെൻ്ററാണ്. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഏങ്ങണ്ടിയൂർ ഏത്തായിയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂരുള്ള ഏത്തായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ജീവനം നാച്ചുറോപ്പതിക് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന മേധാവി എന്ന് പറയുന്നത് ജെനി കളത്തിൽ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ജിനി കളത്തിലിനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. വളരെ പ്രശസ്തിയായിട്ടുള്ളൊരു നേച്ചുറോപ്പതി ഡോക്ടറാണ്. അവരുടെ തന്നെ പല യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ വളരെ സജീവമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ജെനി കളത്തിൽ. ഈ ജീവനം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഞാൻ എത്താനുള്ള കാരണം, കുറച്ച് ദിവസങ്ങളായി ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ശരീരത്തിലാകെ ഭയങ്കര നീർക്കെട്ട്, തണ്ടൽ വേദന, കാലിലേക്ക് നീരിറങ്ങൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. അപ്പോഴും ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടിയും എപ്പോഴും ഒരു ഇഷ്ടപ്പെട്ടത് നേച്ചുറോപ്പതിയിൽ പോകുന്നത് തന്നെയാണ്. കാരണം മരുന്നുകളൊന്നും തന്നെ കഴിക്കാതെ നമ്മളുടെ അസുഖങ്ങളെല്ലാം മാറ്റിയെടുക്കാനുള്ള ഒരു പ്രത്യേക ഇതാണ് നേച്ചുറോപ്പതിയിലുള്ളത്. അപ്പോൾ ഞാൻ ഇതിനു മുൻപും പല നേച്ചുറോപ്പതി സെൻ്ററുകളിലും പോയിട്ടുണ്ട്. അങ്ങനെ ഒരു നേച്ചുറോപ്പതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ജീവനത്തിൽ പോകുന്നത്. പക്ഷേ എൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും മാറ്റിമറിച്ച ഒരു സമീപനമാണ് അവിടെ നിന്നുണ്ടായത്. സത്യത്തിൽ അതൊരു നേച്ചുറോപ്പതി സെൻ്റർ എന്നതിലുപരിയായിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മളുടെ ശാരീരികമായും മാനസികമായും നമ്മളിലുള്ള എല്ലാ ടോക്സിസിറ്റിയും ഇല്ലാതാക്കാൻ ഉതകുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ നിന്നും എനിക്ക് ലഭിച്ചത്. പലരും ഈ നേച്ചുറോപ്പതിക്ക് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ആദ്യം ചോദിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി പോകുന്നതല്ലേ, അതല്ലെങ്കിൽ പുല്ലും വൈക്കോലും മാത്രം കഴിക്കുന്ന ഒരു രീതിയല്ലേ അവിടെ, അല്ലെങ്കിൽ കുറേ മണ്ണ് പൊത്തുക, കുറേ വെള്ളത്തിൽ കിടക്കുക, ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ അവിടെ പോയിട്ടും ചെയ്യുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോൾ, ഞാൻ ജീവനത്തിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ പറഞ്ഞതൊന്നും അല്ലായിരുന്നു. നമ്മളെ സൈക്കോളജിക്കലായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയുക ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇവിടെയുള്ളത്. അതിന് പ്രത്യേകം ജെനി മാഡത്തിനോട് ഒരു പ്രത്യേക നന്ദി തന്നെ പറയാനുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ട്രോമാസ് നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ, ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ആ നിസ്സാരമായ കാര്യത്തിനെ എത്ര എളുപ്പത്തിലാണ് പുറത്തേക്കെടുത്ത് നമ്മളിൽ നിന്ന് അതില്ലാതാക്കി നമുക്കൊരുപാട് പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം എനിക്ക് അവിടെ നിന്നും ഉണ്ടായി. അതുമാത്രമല്ല, നമ്മളുടെ എല്ലാ ഹാപ്പി ഹോർമോൺസിനെയും ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും നിറഞ്ഞതാണ് അവിടുത്തെ ഒരു ചികിത്സാ രീതി എന്ന് തന്നെ പറയുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് 8 ദിവസം വാട്ടർ ഫാസ്റ്റിംഗ് എടുത്ത വ്യക്തിയാണ്. പക്ഷേ ഈ 8 ദിവസവും വാട്ടർ ഫാസ്റ്റിംഗ് എടുത്ത സമയത്ത് എനിക്ക് അല്ലാതെയുള്ളൊരു എനർജിയേക്കാളും കൂടുതൽ എനർജിയാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ മോർണിംഗ് വാക്കിന് പോയിരുന്നു, യോഗ ചെയ്യുമായിരുന്നു, അതുപോലെ തന്നെ സൂംബ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ബാക്കി എല്ലാ സെഷൻസും എല്ലാ ട്രീറ്റ്മെൻറ്റും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴുള്ളതിനേക്കാളും എനർജി ആയിരുന്നു അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. ഇത് ഞാനൊരു ജീവനം എന്ന് പറഞ്ഞ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇതൊന്നുമല്ല, ഞാൻ എൻ്റെ അനുഭവം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇതുവരെ അറിയപ്പെടാത്ത കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് കൂട്ടുകാരെ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചു. ഒരിക്കൽ പോലും കാണാത്തവരാണ്, പക്ഷെ പരസ്പരം ഒരു കുടുംബം പോലെ ഒരു 10-14 ദിവസം അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ സത്യത്തിൽ എന്തോ ഒരു വലിയ ഒരു നഷ്ടം പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറയും കൂടി ചെയ്തു, ഇവിടെ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നേനേന്ന്. കാരണം അത്രത്തോളം എനിക്ക് വളരെയധികം മാനസികമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ജീവനം. എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനുള്ള എൻ്റെ മറുപടിയാണ് ജീവനം. ഏങ്ങണ്ടിയൂർ ഏത്തായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത്രയും ദിവസം ഞാൻ അവിടെയായിരുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ചെത്തി, വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ.